എല്ലാ CCTV പ്രേക്ഷകർക്കും ഓണാശംസകൾ. എല്ലാവരും ഓണാഘോഷം കളറാക്കാനുള്ള തിരക്കിലാണ്. CCTVയോടൊപ്പം ഇന്ന് ഓണവിശേഷങ്ങൾക്കൊപ്പം കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് ഒരു അതിഥി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അതിഥിയെ പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു 25 വർഷം പിന്നോട്ട് പോകണം. ഒരു 2001 ഹിറ്റായിട്ടുള്ള ഒരു ആൽബം സോങ്, പ്രത്യേകിച്ച് അക്കാലത്ത് പ്രണയിതാക്കളൊക്കെ ഒരുപാട് കാണുകയും കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഹിറ്റായിട്ടുള്ള ഒരു ഗാനം. അപ്പോൾ ആദ്യം ആ ഗാനം കണ്ടതിന് ശേഷം നമുക്ക് അതിഥിയെ പരിചയപ്പെടാം. പാട്ട് കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും ഒരുപാട് ആസ്വദിച്ച അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ച മനസ്സിലെ പ്രണയം പറഞ്ഞിട്ടുള്ള വരികളും ഗാനവുമാണത്. അപ്പോൾ അതിൽ ലെനയ്ക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള ആ ഒരു ക്യാമറയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു പയ്യൻ, അപ്പോൾ അദ്ദേഹം സുമേഷ്, അദ്ദേഹമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് പരിചയപ്പെടാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇപ്പോൾ ആ ചെറിയ പയ്യനൊന്നല്ല, വളർന്ന് വലുതായി വലിയൊരു മനുഷ്യനായില്ലേ? 25 വർഷത്തിന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. നന്നായിട്ടുണ്ട്, എന്തായാലും അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എവിടെയായിരുന്നു ഇത്രയും നാൾ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ആൽബം ആ ഒരു സമയത്ത് ഇറങ്ങി, അതിൻ്റെ കുറച്ച് ആൽബം സോങ്സ് ആ സമയത്ത് ഇറങ്ങി. പിന്നെ ആൽബങ്ങളുടെയൊക്കെ ഒരു രീതികളൊക്കെ മാറി തുടങ്ങി. പിന്നെ കുറച്ച് പൊളിറ്റിക്സ്, ബിസിനസ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പിന്നെ മിനി സ്ക്രീനുകളിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഞാൻ എങ്ങനെയോ എൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ടേയിരുന്നു. 2001 ആ ഒരു ആൽബം ഇറങ്ങുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു അന്ന് ഒരുപാട് ഹിറ്റായ എന്ന് പറഞ്ഞാൽ അത്രയും ഹിറ്റായിട്ടുള്ളൊരു സോങ് ആയിരുന്നു. ഒരുപാട് ആളുകൾ കാണുകയും പാടുകയും പ്രണയം പറയാൻ ഉപയോഗിച്ചിരുന്നത് വരെ ആ പാട്ടിലൂടെ ആയിരുന്നു. അപ്പോൾ അത്രയും ഹിറ്റായിട്ടുള്ള ഒരു ആ ആൽബത്തിലേക്ക് എങ്ങനെയായിരുന്നു ഒരു എൻട്രി? അത് ആ സോങ് ഈ പറഞ്ഞ പോലെ ഏകദേശം 2001 കാലഘട്ടത്തിലാണ് അത് ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ രചയിതാവായിട്ടുള്ള നമ്മുടെ ഈ ഗുരുവായൂരിനടുത്ത് തന്നെയുള്ള മൻസൂർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അതിൻ്റെ ലിറിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അന്ന് ആ ഒരു സമയത്ത് ആൽബം എന്താണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് അത്ര അറിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സിംഗറെ സമീപിക്കുമ്പോഴായാലും അതിൻ്റെ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണ് ഈ സംഭവം എന്നുള്ളത് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഈ ആൽബം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ലിറിക്സ് ഉണ്ടായിരുന്നു. അതെല്ലാം നല്ലതായിരുന്നു. ഞങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള വരികൾ ശ്രദ്ധിച്ചറിയാം. വളരെ പ്രണയാർദ്രമായിട്ടുള്ള വരികളായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ സുഹൃത്ത് വലയങ്ങൾക്കിടയിൽ അദ്ദേഹം അതിങ്ങനെ ഇടയ്ക്ക് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഗാനരൂപത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അദ്ദേഹത്തോട് എല്ലാവരും നിർബന്ധിക്കാറുണ്ട്. പിന്നെ ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് സിംഗേഴ്സിനെ ആ സോങ്ങുകളിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ സൂപ്പർ ഹിറ്റ് സിംഗേഴ്സാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു 10 ടോപ്പ് സിംഗേഴ്സ് ആ ആൽബത്തിൽ സിംഗേഴ്സായിട്ടുണ്ട്. ഹരിഹരൻ, SP ബാലസുബ്രഹ്മണ്യം, ശങ്കർ മഹാദേവൻ, ഉദിത് നാരായണൻ, ചിത്ര, സുജാത, അങ്ങനെ ഒരു വലിയ നിര തന്നെ ആ സമയത്ത് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അറിയാലോ, ഇന്നത്തെ പോലെയല്ല, ഒരുപാട് എക്സ്പെൻസീവും ഒരുപാട് പരിമിതികളും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ആൽബത്തിൻ്റെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരുവിധ ഐഡിയയും നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല, മാർക്കറ്റിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ആൽബം ഉണ്ടായത്. അഭിനയിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഈ ആൽബത്തിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് ഞാനുണ്ടായിരുന്നു. അവർ യാത്ര ചെയ്യുമ്പോഴും അവർ കാറിലിരുന്ന് ഈ പാട്ടിൻ്റെ റെക്കോർഡിങ് സമയത്തും തുടർന്ന് ഇങ്ങനെ യാത്രകളിലെ ആർട്ടിസ്റ്റുകളെയും അങ്ങനെ ആളുകളെയൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴുള്ള, അപ്പോൾ ഈ പാട്ട് എനിക്ക് വളരെ കേട്ട് വളരെ സുപരിചിതമായിരുന്നു, വളരെയധികം ഇഷ്ടവുമായിരുന്നു. എൻ്റെ ചെറുപ്പമായതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രണയാർദ്രമായ വരികൾ എന്നെ ഒരുപാട് സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് നമ്മുടെ മലയാള സിനിമകളൊക്കെ അന്ന് സംവിധാനം ചെയ്തിട്ടുള്ള CS സുധേഷ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധായകനായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അനിൽ ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ തിരക്കുള്ള ഒരു ക്യാമറമാനായിരുന്നു. മോഹൻലാലിൻ്റെ പടമൊക്കെ സമയം ചെയ്ത് നിൽക്കുന്ന, ഒന്നാമൻ സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന അദ്ദേഹമാണ് അതിൻ്റെ ക്യാമറ ചെയ്തത്. അങ്ങനെ എല്ലാം വലിയ ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനായിട്ട് നെല്ലിയാമ്പതി ആയിരുന്നു ലൊക്കേഷൻ. ആക്ച്വലി അതിൽ നായകനായിട്ട് വരേണ്ട ആൾ ഞാനൊന്നും ആയിരുന്നില്ല.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആ നായകനെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ ആ വരികൾ തെറ്റാതെ പാടും എന്നുള്ളത്. എനിക്ക് ആക്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി തന്നിട്ടുള്ള ഒരു ധൈര്യത്തിൻ്റെ മേലെയാണ് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ ആ വരികൾ ഞാൻ പാടിയത്. അന്ന് എൻ്റെ കൂടെ കോ ആർട്ടിസ്റ്റായിട്ടുണ്ടായിരുന്ന മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും തിരക്കേറിയ ആ നായിക ഒരുപാട് ധൈര്യം എനിക്ക് തന്നു. ലെന അവരൊരുപാട് കോൺഫിഡൻസ് തന്നു. ഫസ്റ്റ് ഷോട്ട് തന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം കൂടി. അങ്ങനെ ഞാനത് ചെയ്തു തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചെയ്തപ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയ ഒരു ഹിറ്റാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ലായിരുന്നു. അതാണ് ആ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അപ്പോൾ ഒരു ഹിറ്റ് പ്രണയഗാനം ചെയ്തു. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഒരുപാട് ഓഫറുകൾ വരിക എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിൽ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ? ഓഫറുകൾ ഞാൻ പറഞ്ഞല്ലോ, ആൽബത്തിൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു അത്. ആൽബം ആ പാട്ട് അന്ന് ആദ്യ സമയങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സോങ്സ് ഉണ്ട്. ഇന്നും യൂട്യൂബിലായാലും ഇന്ന് രാവിലെ കൂടി കണ്ട വ്യൂവേഴ്സ് ഉണ്ട് ആ സോങ്സൊക്കെ. അങ്ങനത്തെ കുറേ പാട്ടുകൾ ഇറങ്ങിയിരുന്നു. ഇവരുടെ ഈ ഒരു ബാനറിനൊപ്പം തന്നെ ചെയ്തിരുന്നതാണ് ഈസ്റ്റ് കോസ്റ്റ്. അന്ന് വേറൊരു സൈഡിൽ ഈസ്റ്റ് കോസ്റ്റിൻ്റെ മനോഹരമായ ഗാനങ്ങൾ ഇറങ്ങിയിരുന്നു. പിന്നെ ഉദയശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറെ ഇതിൽ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിരുന്നു. പിന്നെ അതിന് ആ സമയത്ത് ഈ ആൽബം സോങ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ചാനലുകൾക്കും സമയം ഉണ്ടായിരുന്നു, പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. മിസ്റ്റ് അങ്ങനെ കുറേ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. പിന്നെ TV ചാനൽ, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. നമ്മൾ സ്കൂൾ വിട്ട് വന്നാലും കോളേജുകൾ വിട്ട് വന്നാലും ചായയും കുടിച്ചിരുന്ന് കാണുന്ന ആ ഒരു സമയത്ത് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പാട്ടുകളായിരുന്നു. മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണ സമയവും TV-യിലായിരുന്നു ഇത്തരം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു കാലഘട്ടത്തിൽ കയറി പിടിക്കാൻ ആ സമയത്ത് ഇറങ്ങിയ കുറേ ആൽബം സോങ്സിന് സാധിച്ചു എന്നുള്ളതാണ് തോന്നിയത്. അതിനെ തുടർന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് വോളിയം ഞാൻ തന്നെ അഭിനയിക്കേണ്ടത് നിർബന്ധമായിട്ട് വന്നു. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു. അത് പ്രണയത്തിന് ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ആയിരുന്നു. അതിലും ലെന തന്നെയാണ് നായികയായിട്ട് വന്നത്. അത് ചെയ്തു. പിന്നെ ഒരു 10ഓളം ആൽബങ്ങൾ ചെയ്തു. ഇത്രയൊന്നും ക്ലിക്കായിട്ടില്ല, 2-3 കൂടി ക്ലിക്കായിട്ടുണ്ട്. കാരണം ഇപ്പം അത് കാണാൻ സാഹചര്യമില്ല, ആരും യൂട്യൂബിലൊന്നും അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അന്ന് ചാനലുകളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ചെയ്തിട്ടുണ്ട്, ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്ന് ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രണയഗാനം, സ്വാഭാവികമായും അത് കാണുന്നവരും കേൾക്കുന്നവരും അങ്ങനെ ആർക്കെങ്കിലും ഒരു ആരാധനയൊക്കെ തോന്നിയിട്ട് ഒരു പ്രണയ അഭ്യർത്ഥനയൊക്കെ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ധൈര്യമായിട്ട് പറയാം. അല്ല, പേടിയൊന്നുമില്ല. അത്തരത്തിലുള്ളതിന് അങ്ങനെ പേടിക്കുന്ന ഒരു സ്വഭാവക്കാരനൊന്നും അല്ല. അത് ആളുകൾക്ക് കുറേ പേർക്കൊക്കെ അറിയാം. അങ്ങനെ പ്രണയമൊന്നും ആ ഒരു സമയത്ത് ആരും പറഞ്ഞിട്ടില്ല. അന്ന് പിന്നെ എൻ്റെ ഏജും അത്രയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയം പറയുമ്പോൾ നമ്മൾ തിരിച്ച് പ്രണയിച്ചാലോ എന്നൊരു പേടി പറയുന്ന ആൾക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല. പിന്നീട് എൻ്റെ ഈ ആൽബം 2013 സത്യം ഓഡിയോസ് അതിൻ്റെ മാർക്കറ്റിംഗ് ഏറ്റെടുത്തതിന് ശേഷം അവരാണെന്ന് തോന്നുന്നു മറ്റേ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തത്. യൂട്യൂബിൽ അത് അവർ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു 3 വർഷം മുമ്പ് ആ സോങ്സിൻ്റെ അടിയിൽ ഞാൻ ഒരു കമൻ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരുപാട് വ്യൂവേഴ്സിനെ കണ്ടപ്പോൾ ഒരുപാട് പേര് എന്നെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നു. കുറേ പേർക്ക് ക്രഷാണ്, കുറേ പേർക്ക് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സിലത്തെ വിചാരം ആ സോങ്ങിൽ ഞാൻ മാത്രം മോശമായി എന്നുള്ളതായിരുന്നു. നല്ല സിംഗർ, എല്ലാം ഒരു താരനിരകൾ തന്നെയാണ്, സിനിമയിൽ പ്രവർത്തിക്കുന്നവര്. അതെ അതെ, അതിൽ ഒന്നും അല്ലാതിരുന്ന ഒരാൾ ഞാൻ തന്നെയായിരുന്നു ശരിക്കും. എല്ലാ ഭാഗം കൊണ്ടും അത് ഒരു അത്രയും ഫില്ല. അതിൻ്റെ ഇടയിൽ ഒന്നും അല്ലാത്ത ഒരാൾ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഞാൻ എഴുതിയിട്ടുണ്ട്, അതിലൊരു അപകർഷതാബോധം എനിക്കുണ്ടായിരുന്നു. ഞാൻ കാരണമാണോ ഇത് മോശമായി പോകുമെന്നൊരു ഇതുണ്ടായിരുന്നു. അത് കാരണം ഞാൻ കുറേ കാലം ആരോടും പറഞ്ഞില്ല, ആരോടും മിണ്ടിയില്ല. അങ്ങനെ ആളുകളൊന്നും പെട്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നൊന്നുമില്ല. ഇതിലൊരു കമൻ്റ് ഇട്ടതിന് ശേഷമാണ് ആ കമൻ്റ് പിടിച്ചിട്ട് ഏകദേശം ഒരുപാട് 14,000 കമൻ്റ് അതിൻ്റെ താഴെ വരികയുണ്ടായി. അതിലാണ് ഇത്രയധികം ആളുകൾ അത് ഇഷ്ടപ്പെട്ടിരുന്നു, അന്ന് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സമയം ഒരുപാട് വൈകിപ്പോയി. അതാണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടാണ്
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്നവർ, ലെനയ്ക്കൊപ്പമുള്ള ആദ്യ ഷോട്ട്, അതൊക്കെ അന്ന് ഒരുപാട് പേടിയുണ്ടായിരുന്നോ? പിന്നെ നല്ല പേടിയുണ്ടായിരുന്നു. എൻ്റെ കൈയും കാലൊക്കെ വരച്ചിട്ടാണ് നിന്നിരുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ എല്ലാ ഭാഗത്തും ഓടി നടന്നിരുന്ന ഒരാളായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അഭിനയിക്കാൻ വിളിച്ചപ്പോഴുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്തപ്പോഴും അതിലവിടെ ഇരുന്നപ്പോഴൊക്കെ എനിക്ക് എന്തായിരിക്കും ഫുൾ ടീം ഇങ്ങനെ നിൽക്കുക. ഏകദേശം ഒരു 10-40 പേര് ആ ഒരു ക്രൂവിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭയം തന്നെയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫസ്റ്റ് ആ ലൈന് അതിൻ്റെ ഒരു ജനലിൻ്റെ അവിടെ ഇരുന്നിട്ട് പൂവോ നിഞ്ചിരി പൂപ്പന്തലോ എന്ന് പറയുന്ന ആ ലൈനുകളായിരുന്നു. ആ ലൈന് നിർത്താതെ ഒരു 3-4 വരി ഞാൻ ഒറ്റ ഷോട്ടിൽ ചെയ്തു. എനിക്ക് ആ പാട്ട് അറിയുന്നത് കൊണ്ട് ഞാൻ അങ്ങ് ഇരുന്ന് പാടി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരു കയ്യടി കിട്ടി എനിക്ക് എല്ലാവരുടെ ഭാഗത്തും. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂട്ടി. പിന്നെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ആൽബം സോങ്ങിലൊക്കെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ റീലും ഒരുപാട് അവസരങ്ങളുണ്ട്, പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ കിട്ടാൻ കൊതിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടി, അത് വലിയ ഹിറ്റായി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഇനിയൊരു അഭിനയം വേണം, ഈ ഒരു മേഖലയിൽ തുടരാം. അങ്ങനെ അന്ന് ചിന്തിച്ചിരുന്നോ? വേറെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നോ? ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. അന്ന് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും ഉണ്ടായില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത്ര വലിയൊരു ആഗ്രഹമൊന്നും ആയിരുന്നില്ല. പിന്നീട് ഇതിങ്ങനെ ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ചോദിച്ചതുപോലെ തന്നെ അന്നത്തെ കാലത്ത് പലരും അന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ്. ഈ ഒരു സമയത്താണ് എനിക്ക് ആ കിട്ടിയതിൻ്റെ വലുപ്പം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി സിനിമയിലൊക്കെ കുറേ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സിനിമ എന്ന് പറയുന്നതിന് എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട ആരും നമ്മുടെ ഫാമിലിയിലോ റിലേറ്റീവ്സിലോ ഒന്നുമില്ല. പിന്നെ മാത്രമല്ല, അത് വേറൊരു ലോകമാണ് എന്ന് അതിൽ ഒരുപാട് കടമ്പകൾ നമ്മൾ കിടക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ഡെഡിക്കേറ്റ് ആയിട്ട് നടക്കണം എന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ടൊന്ന് എത്തിപ്പെടാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. ഒരു സിനിമയിൽ ഞാൻ മേക്കപ്പ് വരെ ഇട്ടിരുന്നു. അവസാന മൂമെൻറ്റിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, അതൊരു വലിയ റെയിൽവേ സ്റ്റേഷനൊക്കെ ബേസ് ചെയ്തുള്ള ഒരു ഷൂട്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ പറയുക, ഒരു പുതുമുഖ താരത്തെ പരീക്ഷിക്കാനുള്ള ഒരു സമയമല്ല എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ഒരു മെയിൻ ആർട്ടിസ്റ്റിൻ്റെ കൂടെയുള്ള നല്ലൊരു സീനായിരുന്നു, ജനങ്ങളുടെ മനസ്സിൽ പതിയുന്നൊരു സീനായിരുന്നു. അവസാന സമയത്ത് തന്നെ അതിൽ നിന്നും മാറ്റി. അപ്പോൾ എനിക്കത് വളരെ ഫീൽ ചെയ്തു, മേക്കപ്പോടൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത്. പിന്നെ അതിൽ നിന്ന് എനിക്ക് പിന്മാറി. പിന്നെ ഞാൻ അതിനായിട്ട് അധികം ശ്രമിച്ചില്ല. ലെനപ്പോൾ ഒരുപാട് ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റല്ലേ. അപ്പോൾ ആ സമയം ഇപ്പോൾ വിളിക്കാറുണ്ടോ, അല്ലെങ്കിൽ കോൺടാക്റ്റ്, പണ്ടത്തെ ആ ഒരു സൗഹൃദമൊക്കെ പുതുക്കി എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? കണ്ടിരുന്നു ഒരു തവണ. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് കോണ്ടാക്റ്റ് ഒന്നുമില്ല. കാണും, ഇടയ്ക്ക് ഒരു മെസ്സേജൊക്കെ അയക്കും, അത്രയാണ് ലെനയായിട്ടുള്ള കോണ്ടാക്ട്. പക്ഷെ അവരെന്നെ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവരുടെ ഏതോ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഇതിനെ കുറിച്ചിട്ട് അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഓർക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കണ്ടാൽ സംസാരിക്കാറുണ്ട് എന്നല്ലാതെ എനിക്ക് അവരുടെ പുതിയ കോണ്ടാക്ട് നമ്പറുകളൊന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണോ? അതായത് ഇപ്പോൾ ഒരു അഭിനയം അത് വേണ്ട, പൂർണ്ണമായിട്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണോ? ആഗ്രഹമില്ലാതെ അല്ല, ഞാനായിട്ട് ശ്രമിക്കാറില്ല. ആരെങ്കിലും അങ്ങനെ ഒരു വേഷമോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഏജിലൊരു വ്യത്യാസം വന്നല്ലോ. അപ്പോൾ ഇനിയൊരു പ്രണയം പറയുമ്പോൾ അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വരുമായിരിക്കും എന്തെങ്കിലും പ്രതീക്ഷയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു രീതി അന്ന് 2001 അൺഎക്സ്പെക്റ്റഡ് ആയി പോയ പോലെ തിരിച്ചും വീണ്ടും അങ്ങനെ ഒരു വരും. എന്തെങ്കിലും എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ, അങ്ങനെയുള്ള പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ ആ ഒരു ആൽബത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഇപ്പോൾ സുമേഷാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? അതൊക്കെ നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടാറുണ്ടോ? പ്രാദേശികമായിട്ടുള്ള എല്ലാവരും എന്നെ എപ്പോഴും ഇങ്ങനെ കാണുന്നത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് അകലം സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇപ്പൊ എന്നെ അങ്ങനെ കണ്ടാൽ തിരിച്ചറിയില്ല. ഒരുപാട് മാറ്റമായല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ തുടക്കത്തിൽ ആ സോങ് ഇട്ടപ്പോൾ ആളുകൾ ഇതന്നെയാണോ ആള് എന്ന് സംശയം വിചാരിച്ചിട്ടുണ്ടാവും. ഭയങ്കര ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്.
അതല്ലാത്ത കുറേ സമയത്ത് അറിയുന്നവരൊക്കെ ഇപ്പോഴും തപ്പിപ്പിടിച്ചൊക്കെ ആ സമയത്ത് ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ എന്നെ ഒരു അപ്പുറത്തിരുന്ന കുറച്ച് ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് അവർ ഈ സോങ് ഇട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുന്നത് എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി, ഇവർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവരായിട്ട് പരിചയപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആളുകൾ തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ വരാറുണ്ടല്ലേ? അത് അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. കാരണം തീർച്ചയായിട്ടും അവരൊക്കെ ഈ 90s 2000-ലൊക്കെ നല്ല രീതിയിൽ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പ്രണയത്തെ ഒരുപാട് ആസ്വദിക്കുകയും ആ സമയത്ത് ഈ സോങ്ങിനെ എൻജോയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ ഒരു സന്തോഷം അവർക്കും ഉണ്ട്. അതവരെ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്കും സന്തോഷമാണ്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്നവർക്ക് സ്വാഭാവികമായിട്ടും തോന്നും, കാരണം ആ ഒരു കാലഘട്ടം അവിടെ നിന്ന് ചിലർ വിചാരിച്ചിട്ടുണ്ടാവും പിന്നീടൊക്കെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയി എന്നുള്ളതൊക്കെ. ഇപ്പോൾ എന്താണ് കറൻറ്റിലായിട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ കുറച്ച് പൊളിറ്റിക്സൊക്കെ ഉണ്ടായിരുന്നു, ബിസിനസ് ഉണ്ട്, മുനിസിപ്പൽ കൗൺസിലറായി, അതിനിടയിൽ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലറായി. ഇപ്പോൾ ജനപ്രതിനിധിയായിട്ട് കുറച്ച് നാളുണ്ടായി. എന്ത് തോന്നി ഒരു ജനപ്രതിനിധിയായിട്ട്? നല്ലതല്ലേ, ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരം എങ്ങനെ ഉപയോഗിച്ചു? എപ്പോഴും ഈ അഭിനയത്തെ പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു, ജനങ്ങളോട് ഇടപഴകിയിട്ടുള്ള. അല്ല, ജനപ്രതിനിധികൾ കുറച്ച് അഭിനയമൊക്കെ അറിയണമെന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇന്ന് ജനപ്രതിനിധികളാണല്ലോ. ശരിക്കും പറഞ്ഞാൽ അവരാരും അഭിനയിക്കുന്നില്ല, അതല്ലാതെ വരുന്നവരാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. അവരൊക്കെ നാച്ചുറലായിട്ട് മുന്നോട്ട് പോകുന്നു. അതല്ലാതെ പക്ക രാഷ്ട്രീയക്കാരനായിട്ട് വരുന്ന ആളുകൾ ഇപ്പോൾ അഭിനയിച്ച് തിമർക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ പൊളിറ്റിക്സ് കുറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചും പിന്മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ ട്രാവൽസും ഇപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയൊരു രീതിയിലേക്കുള്ള ഒരു ട്രാവൽസിൻ്റെ പുതിയൊരു പാക്കേജ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു 10-15 വർഷമായി. ഒരു 2 മക്കൾ, വൈഫ്, ചെറിയ കുട്ടികളാണ്, 7ാം ക്ലാസ് 2ാം ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നു. വൈഫൊക്കെ ഈ ആൽബം സോങ്സിനെ കുറിച്ചൊക്കെ അവരെല്ലാം അവരുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിരുന്ന പാട്ട് തന്നെയാണല്ലോ. ലവ് മാരേജ് ഒന്നല്ല, അറേഞ്ച് മാരേജ് തന്നെയാണ്. എങ്കിലും അവരൊക്കെ അതിനെ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു. കല്യാണത്തിന് മുമ്പൊക്കെ ഈ പാട്ട് അവര് കണ്ടിരുന്നോ? തീർച്ചയായിട്ടും കണ്ടിരുന്നു. അപ്പൊ അതിലുള്ള അവരുടെ കോളേജിലേക്ക്, ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ കോളേജിലേക്ക് ഒരു പ്രോഗ്രാമിന് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടുണ്ട്, അവര് കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്, സംസാരിക്കാറുണ്ട്. ഇടയ്ക്ക് ആ പാട്ട് ഞാൻ പാടാറുണ്ട്. രണ്ടുപേരും നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പാടിയല്ലോ. അങ്ങനെ നമ്മളൊരു പ്രേക്ഷകരെ വെറുപ്പിക്കണ്ടല്ലോ. എനിക്ക് പാടാനൊന്നും അറിയില്ല ഒരുപാട്. ഇപ്പൊ ഈ സമീപകാലത്ത് യൂട്യൂബിലും മറ്റേ ഇതിലൊക്കെ ഒരുപാട് പേര് ആ പാട്ട് പാടുന്നു. എന്ത് രസമായിട്ടാണ് പാടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ തന്നെ അതിൽ കമൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ത് നല്ല ഭംഗിയിൽ ആ സോങ് പാടുന്നു. റീൽസിൽ അതിൻ്റെ പല ഭാഗങ്ങൾ വരുന്നു. വളരെ വീണ്ടും ആ പാട്ട് കൂടുതൽ വീര്യം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പാട്ട് മാത്രമല്ല, ആ സമയത്തുള്ള ഒരുപാട് ആൽബം സോങ്സ് ഇപ്പോൾ പുതിയ തലമുറ ഏറ്റെടുത്ത് വീണ്ടും പാടാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ സന്തോഷം. എങ്ങനെയാണ് ഒരു ഓണക്കാലത്തിലേക്ക് വരുമ്പോൾ? എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഇപ്പോൾ അന്ന് ഇതുപോലുള്ള ആൽബങ്ങളിൽ അഭിനയിച്ചതിന് ശേഷം ഒരു 10ഓളം ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഓണക്കാലവും പിന്നെ ഇപ്പോഴത്തെ ഒരു ഓണക്കാലവും എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ആ ഓണക്കാലം എല്ലാവരും പറയുന്നത് പോലെ തന്നെ പഴയ ഓണം സുഖം കൂടുതലാണ്. ഇപ്പോൾ ഓണം കൊണ്ടുവരുന്നതും കൊണ്ടാടുന്നതൊക്കെ ചാനലുകളും നിങ്ങളൊക്കെ തന്നെയല്ലേ. നിങ്ങളാണ് ഇപ്പോൾ ഓണത്തെ കൊഴുപ്പിക്കുന്നത്. ഏകദേശം അത്തത്തിൻ്റെ മുമ്പ് തന്നെ നിങ്ങളുടെ ആ ഒരു മ്യൂസിക്കുകൾ ഇങ്ങനെ ടി വിയിൽ കേട്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ ഓണം എത്തി എന്നുള്ള കുറേ മ്യൂസിക്കുകളുണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പെടുക്കും. മനസ്സിന് സന്തോഷമാണ്. പിന്നെ ഓണമായാലും എന്തായാലും ഒരു പ്രണയം, സ്നേഹം, ഇഷ്ടം ഇതെല്ലാം ഉണ്ടെങ്കിലാണ് ഓണത്തിനും സുഖമുള്ളൂ, ഇല്ലേ? നമുക്ക് എന്തെങ്കിലും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പറയും ഇക്കൊല്ലം എനിക്ക് ഓണം ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു വികാരം കൂടിയാണ്. അതിൽ ഓണം ഭംഗിയാകുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ അത് കാണേണ്ടവർ കാണണം എന്നുള്ള ആഗ്രഹം കൂടി ധരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു പ്രണയം ഉണ്ടാവും.
ഒരു പാട്ട് പാടുമ്പോൾ കേൾക്കേണ്ടവർ കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ ഇത് അവർ കാണണേ എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഒരു റീൽസ് ഇടുമ്പോൾ അത് കാണേണ്ടവർ കാണണം, നമ്മളെ ഒരുപാട് ആൾ കണ്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചിലരത് കാണണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓണവും പ്രണയമൊക്കെ പരസ്പരം ഭയങ്കര ആ പ്രണയത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ചിങ്ങമാസം എന്നൊക്കെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് ദിവസങ്ങളാണല്ലോ ഓണവും അത്തവും ചിങ്ങവും അങ്ങനെയെല്ലാം പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഈ ഒരു ഓണക്കാലത്തേക്ക് വരുമ്പോൾ അന്ന് 2001 ഒരു ഹിറ്റായിട്ടുള്ള ആൽബം ചെയ്യുന്നു, അതിനുശേഷം ഒരു 10ഓളം ആൽബങ്ങൾ ചെയ്യുന്നു, അങ്ങനെ കുറച്ച് ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു സമയം, ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ എങ്ങനെയാണ് അക്കാലത്തെ ഓണം ഈ ഒരു ഓണം തമ്മിൽ തോന്നിയിട്ടുള്ളത്? ഓരോരുത്തരുടെ ജീവിതത്തിലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിലും അവരുടെ ചെറുപ്പത്തിലെ ഓണം എപ്പോഴും മധുരമുള്ളത് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ തലമുറക്കാർക്ക് അടിപൊളി, നമുക്ക് അത്ര വിരസത തോന്നുന്ന ഒരു ഓണം ചിലപ്പോൾ വരും തലമുറയുടെ ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന ഓണം ഇതായിരിക്കും. നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള ഒരു ഓണമുണ്ട്. പൊതുവെ ഓണക്കാലത്തിൻ്റെ വരവ് അറിയിക്കുന്നത് നമ്മുടെ ചാനലുകൾ തന്നെയാണ്. അതിൻ്റെ ഒരു പലതരത്തിലുള്ള മ്യൂസിക്കുകൾ ഏത് ചാനൽ മാറ്റിയാലുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഒരു ഓണത്തിൻ്റെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓണായി എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതെ, ഒരു ഓണത്തിൻ്റെ ഒരു മൂഡ് നമ്മൾ ഓണാവും. പിന്നെ ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓണത്തെ ഇപ്പോൾ നമ്മൾ ഒരു പ്രണയം എന്ന് പറഞ്ഞ ആൽബത്തെക്കുറിച്ച് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ ഒരു ആൽബത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് ഓണത്തിലൊരു വലിയ പ്രണയം ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓണത്തിൻ്റെ ഈ ഒരു സമയത്ത് എവിടെ വെച്ചാലും നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിം എനിക്ക് തോന്നിയിട്ടുണ്ട്. എവിടെ യാത്ര ചെയ്താലും നല്ല ഫ്രെയിം. ഓൾറെഡി എല്ലാ യുവാക്കളും ഓണത്തിൻ്റെ ആ കേരള തനിമയുടെ ആ ഭംഗിയുള്ള 10 ദിവസങ്ങളിലാണ് അവരൊക്കെ നടക്കുക. കോസ്റ്റ്യൂമുകളാണെങ്കിലും അവരുടെ ഇടപഴകലുകളും കലാലയങ്ങളിലെ ഓണാഘോഷങ്ങളും എല്ലാം നമുക്ക് ഓണം പ്രണയവും തമ്മിൽ ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇത് തന്നെയായിരിക്കും നമ്മുടെ ഓണത്തിൻ്റെ തുടർന്നുള്ള കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള ഓർമ്മകളിലേക്ക് ആദ്യം കടന്നു വരുന്ന കാര്യങ്ങളും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓണം സത്യത്തിലൊരു പ്രണയമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രണയമായിരുന്നു ഇഷ്ടം എന്നുള്ള ഒരു പാട്ടായിരുന്നു അന്ന് ഒരു പ്രണയിക്കുന്നതായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിനിമയൊക്കെ ആ ഒരു ആൽബമൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടോ ഒരു പ്രണയിച്ച് വിവാഹം കഴിക്കണം എന്ന് അന്ന് തോന്നിയിരുന്നോ? ഇങ്ങോട്ട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്, ഒരു മെസ്സേജിലൂടെയാണ് ഇത്രയും ആളുകൾക്ക് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് തോന്നിയത്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിയെന്ന് പറഞ്ഞു. പക്ഷെ അക്കാലത്ത് അങ്ങനെ തോന്നിയിരുന്നോ? പ്രണയം എന്ന് പറഞ്ഞ വികാരം ഇപ്പോഴും ഉണ്ട്. 8ാം ക്ലാസ് മുതൽ ഉണ്ട്. ഇപ്പൊ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പൊ പോയോ? അല്ല, ഇപ്പോഴുണ്ട്. അപ്പോൾ അതിന് നമുക്കങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പലരോടും പ്രണയം തോന്നാറുണ്ട്. അത് നമ്മുടെ അതിർവരമ്പുകളിൽ നിർത്തി ബ്രേക്ക് ചെയ്ത് പോകേണ്ടതാണല്ലോ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ രീതി. അത് എല്ലാവരുടെ മനസ്സിലും പ്രണയമുണ്ട്. പലതിനോടും പ്രണയം തോന്നാറുണ്ട്. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ആണും പെണ്ണും തമ്മിൽ തോന്നുന്ന ഇഷ്ടത്തെ മാത്രമല്ല പ്രണയം എന്ന് വ്യാഖ്യാനിക്കേണ്ടത്. നമുക്ക് പലർക്കും പലതിനോടും പ്രണയമുണ്ട്. ചിലർക്ക് യാത്രകളോടാണ് പ്രണയം. എനിക്ക് തീർച്ചയായിട്ടും അതാണ് ഞാൻ ആ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ. എനിക്ക് യാത്രകളോട് വളരെ പ്രണയമുള്ള ആളാണ്. പല സ്ഥലങ്ങളോട് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പലതരം കൾച്ചറുകൾ കാണാൻ ഇഷ്ടമുള്ള ആളാണ്. എനിക്കതിനോടൊക്കെ പ്രണയമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടാലും പ്രണയം തോന്നാറുണ്ട്. നോക്കും, അത്രേ ഉള്ളൂ. അവരെ ഒരു ജസ്റ്റ് അതെല്ലാവരും ചെയ്യുന്നുണ്ടാവും. വെറുതെ നമ്മളത് തുറന്ന് പറയണു എന്നൊക്കെ പറഞ്ഞ് വെറുതെ എയർ പിടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഭംഗിയുള്ള പലരോടും നമുക്ക് ഇഷ്ടങ്ങൾ തോന്നാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മനസ്സിലൊരു അവസാനം ചോദിക്കുകയാണ്, നല്ല ഓണത്തിൻ്റെ മൂടൊക്കെ ആയിട്ട് നമ്മൾ നിൽക്കുന്ന സമയമാണ് എങ്കിൽ കൂടി ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തോന്നിയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെയൊന്നും എത്തേണ്ട ആളായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കൂടെ അഭിനയിച്ചവർ ഒക്കെ നല്ല ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് എവിടെയെങ്കിലും ഒരു വിഷമം ഒക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വിഷമം ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ പ്രവർത്തിച്ച മേഖലകളിലൊക്കെ നമുക്ക് ഒരു തിരക്കേടില്ലാത്ത ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ആരോടും വിഷമമൊന്നുമില്ല. പിന്നെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞു പോകും തോറും
നമുക്ക് ഒരുപാട് ചാൻസുകളെ നമ്മൾ മിസ്സാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുവരെ എത്തിക്കൊണ്ടിരിക്കുക. അതിന് എത്ര വിജയത്തിലെത്തിയ ആളാണെങ്കിലും അയാൾ കുറേ ചാൻസുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പലരോട് സംസാരിക്കുമ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ പ്രതീക്ഷിക്കാത്ത ചില ചാൻസുകൾ അവരുടെ അവസാന കാലഘട്ടത്തിലായിരിക്കും വന്നു ചേരുക. അവിടെ ജീവിതാവസാനത്തിലെ ഒരുപാട് വിജയം കൈവരിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളെ നമുക്കറിയാലോ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ജീവിതാവസാനത്തിലാണ് അവരുടെ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപാട് വിജയത്തിലൂടെ വന്ന ആളുകൾ പരാജയപ്പെട്ട് പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണിട്ടുള്ളതും എല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണല്ലോ. ഇപ്പോൾ ആ ഒരു അഭിനയശേഷി വെച്ചിട്ട് ഇന്നൊക്കെ നമുക്ക് സ്വയം റീൽസൊക്കെ ഒരുപാട് ആളുകൾ അങ്ങനെയാണല്ലോ. അതായത് നമ്മുടെ കഴിവ് നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുക, നമ്മളുടെ ഫോണിൽ തന്നെ റീൽസൊക്കെ എടുത്ത് ഇടുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ? എനിക്ക് ചോദ്യം മനസ്സിലായി. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിന് ഇതുവരെ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഇനി തുടർന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ഇപ്പോൾ ഇതുവരെ പൊളിറ്റിക്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഗൗരവം നമ്മൾ കളയാൻ പാടില്ല. ഒരു ജനപ്രതിനിധിയായിട്ട് കുറേയായിരുന്നു, പിന്നെ വളരെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്. പക്ഷേ ഇനി അതൊക്കെ വേണം എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പോൾ ഉള്ള ഏജിൽ നിന്ന് തിരിഞ്ഞ് അടുത്ത ഇന്റർവ്യൂ നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ആ പഴയ അപ്പിയറൻസിലേക്ക് എത്താനുള്ള ഒരു ശ്രമം തുടങ്ങുകയാണ്. ഓണക്കാലം അതിനൊരു തുടക്കമായി, ഈ ഇന്റർവ്യൂ കൂടി അതിനൊരു കാരണമായി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ഓണക്കാലം പുതിയ തുടക്കമാണ്. എനിക്ക് തോന്നുന്നു 25 വർഷങ്ങൾക്ക് പിന്നോട്ട് പോകാനുള്ളൊരു ശ്രമം ഈ ഓണക്കാലത്ത് തുടങ്ങുകയാണ് അല്ലേ? അതിനുള്ളൊരു എനർജി ഒക്കെ ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അല്ല, മനസ്സിനങ്ങനെ തയ്യാറെടുക്കണമല്ലോ. നമ്മൾ ഒരു അറ്റം എത്തി, ഫസ്റ്റ് ഹാഫ് പോലെയൊക്കെ ആയി തുടങ്ങി. ഇനി നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് നടക്കാം. ഇനി മുന്നോട്ട് നടന്നാൽ എൻ്റെ ഉള്ളിൽ കുറെ കഴിവുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇപ്പോൾ തുടങ്ങുകയാണ് ഇനി എന്നല്ലേ. അങ്ങനെയല്ല, നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ആ ഒരു പുറകിലേക്കും കൂടി ഒന്ന് നടക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇനി പോകുന്നത് ഒരു അറ്റത്തേക്കാണ്. അങ്ങോട്ട് പോകാൻ ആർക്കും വലിയ താല്പര്യം. ഇവിടെ തന്നെ കുറച്ചാലും കൂടി ഒന്ന് സെറ്റായിട്ട് വേണം നമുക്ക്. അപ്പോൾ എന്തായാലും പുതിയ തുടക്കം അടിപൊളിയാവട്ടെ. ഇനിയും ഒരുപാട് അവസരങ്ങൾ, എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ഒരുപാട് റീൽസൊക്കെ വരുമ്പോൾ ആളുകളിലേക്ക് അറിഞ്ഞ് ഒരുപാട് അവസരങ്ങളൊക്കെ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു ഓണത്തിന് ആ ഒരു പാട്ട് പാടിക്കൊണ്ട് പ്രേക്ഷകർക്ക് ഒരു ഓണാശംസകൾ അറിയിക്കാം. ഞാൻ പറഞ്ഞു, പാടാൻ ഞാൻ ശ്രമിക്കാം. അത് കേട്ട് ഉള്ള ഒരു ശ്രമം എനിക്ക് അത്ര ആ ഈണത്തിലേക്ക് ഒന്ന് എത്താൻ ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു സെക്കൻഡ് അനുപല്ലവി ഭാഗം പാടാം. കയ്യിൽ എന്തിനി തങ്കവള, മാറിൽ എന്തിനി കല്ലുമാല, നെറ്റിയിൽ ചന്ദനക്കുറി വേണ്ട, മുടിയിൽ മുല്ലപ്പൂമാല വേണ്ട, കണ്ണിൽ കരിമഷിക്കല വേണ്ട, കാലിൽ വെള്ളിക്കൊലുസു വേണ്ട, പെണ്ണേ നിനക്കു വേണ്ട, ആഡംബരത്തിൻ്റെ അഴകു വേണ്ട, അറിയില്ല എനിക്കറിയില്ല എങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കും. ഇഷ്ടം എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരിഷ്ടം. ഇഷ്ടം എനിക്കിഷ്ടം, ആരോടും പറയാത്തൊരിഷ്ടം, ആനന്ദം തോന്നിയൊരിഷ്ടം. അങ്ങനെ നന്നായി പാടി, അത്ര മോശമൊന്നുമല്ല. അപ്പോൾ ഒരിക്കൽ കൂടി എന്തായാലും ഹാപ്പി ഓണം. എന്തായാലും പ്രേക്ഷകർക്കും ഈ ഒരു പാട്ട് കാണുമ്പോൾ അവരുടെ പഴയകാല പ്രണയാർദ്ധമായിട്ടുള്ള നിമിഷങ്ങളിലേക്കൊക്കെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ പാട്ട് പ്രൊമോട്ട് ചെയ്തതിൽ CCTV വഹിച്ചിട്ടുള്ള പങ്ക് നിസ്സാരമല്ല. ആ സമയത്ത് വളരെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു, ഇപ്പോൾ കാണാനില്ല. ജൂക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഞാനും കൂടി ഇത് വീട്ടിലിരുന്ന് ഇങ്ങനെ എടുത്ത് ഞാനും കുറേ അത് ഫോണിലെടുത്തിട്ട് ഇങ്ങനെ ഇടാറുണ്ട്. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഈ CCTV നമ്മുടെ പ്രാദേശിക ചാനലിൽ എന്നെ അത്രയും പ്രൊമോട്ട് ചെയ്തതിൽ അന്ന് മുതലേ CCTVയോട് ഒരുപാട് ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിയിരുന്നു. ആ നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. എൻ്റെ സ്വന്തം ചാനലിൽ, എൻ്റെ പ്രാദേശിക ചാനലിൽ
എൻ്റെ നാട്ടുകാർ കാണുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നതിൽ അതൊരുപാട് വൈകി എന്നുള്ളതാണ് ഇല്ല അതൊന്നും എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു അവസരം CCTV എനിക്ക് ഒരുക്കി തന്നതിൽ, മറക്കാത്തൊരു 2026 ഓണം തന്നതിൽ എല്ലാവർക്കും പ്രണയവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം ഞാനും ആശംസിച്ചു കൊള്ളുന്നു. എല്ലാ CCTV പ്രേക്ഷകർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രണയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു.